രാവിലെ അതിപരസമായി നാം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിലുള്ള സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചിരുതാനും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഹല്ലേലൂയ. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അപ്പൊ എന്ത് ചെയ്തു? മഹാസർപ്പവും അവന്റെ ദൂതന്മാരും കൂടെ മീഖായേലിലൂടെ സൈന്യത്തോടും പടവെട്ടി. പക്ഷെ മീഖായേലിന് സൈന്യത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലെ പ്രധാനപ്പെട്ട 3 ദൂതന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മീഖായേലും തന്റെ സൈന്യവും, രണ്ടാമത് ലൂസിഫറും അവന്റെ സൈന്യവും, 3 ഗബ്രിയേലും അവന്റെ സൈന്യവും. ലൂസിഫർ ഹല്ലേലൂയ മുമ്പേ വെട്ടേറ്റ് താഴെ വീണു. പ്രൈസലോ. മീഖായേലും സൈന്യവും ഇന്ന് സ്വർഗത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി എപ്പോഴും സാത്താനോട് പടവെട്ടുന്നു. ഗബ്രിയേൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? ദൈവത്തിനുള്ള സദ്വർത്തമാനങ്ങൾ സഭയ്ക്ക്, ദൈവജനത്തിന്, തന്റെ വിശുദ്ധന്മാർക്ക് നൽകുന്നു. അപ്പം സ്വർഗരാജ്യത്തിലെ സൈന്യമായിരിക്കുന്ന മീഖായേലും ഹല്ലേലൂയ തന്റെ സൈന്യം കൂടെ മഹാസർപ്പം എന്ന് പറയാം. മഹാസർപ്പം പഴയ പാമ്പും മഹാസർപ്പവും സാത്താനാണ്. അവരുടെ പടവെട്ടി. ആമേൻ. അപ്പം സാത്താനെയും അവന്റെ ദൂതന്മാരെയും മീഖായേലും കൊണ്ട് ജയിച്ചു. എന്തിനു വേണ്ടിയിട്ടാണത്? പ്രൈസോ. ഭൂമിയിലുള്ള സകല ജനത്തെയും ഹല്ലേലൂയ സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് സാത്താന്റെ ആധിപത്യത്തെ തകർത്ത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ദൈവവചനം വായിക്കുകയും കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പ്രൈസോ. അപ്പൊ കർത്താവ് എപ്പോഴും സാത്താനായ ശത്രുവിനോട് ഹല്ലേലൂയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് എപ്പോഴും സാത്താനോട് യുദ്ധം ചെയ്യുന്നു. എന്തിനാണ്? ഹല്ലേലൂയ ഭൂമിയിലുള്ള സകല ജനത്തെയും വഴിതെറ്റിച്ച് കളയുന്ന പിശാചിന്റെ കയ്യിൽ തന്റെ ജനത്തെ വിടിവിക്കുവാൻ. അതുകൊണ്ട് സ്വർഗത്തും തള്ളപ്പെട്ട സാത്താനും അവന്റെ സൈന്യവും ആകാശമണ്ഡലത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ തള്ളപ്പെട്ടു പോയ സാത്താനും അവന്റെ സൈന്യം എന്ത് ചെയ്യുന്നു? അവൻ ആകാശമണ്ഡലം ആക്രമിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയെയും അവൻ ആക്രമിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, കാൽവരി ക്രൂശിലെ അവന്റെ യാഗത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ലോകത്തെ ത്യജിച്ച്, ഈ ലോകത്തിന്റെ സുഖങ്ങളെ ത്യജിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന സകല ജനത്തെയും തകർക്കുവാൻ, വിശ്വാസം തള്ളിക്കളയാൻ വേണ്ടി പിശാച് അവന്റെ ദൂതന്മാരുമായി ക്രൈസ്തവ സമൂഹത്തെ ഒടുക്കിക്കളയാൻ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം കഴിഞ്ഞിടയിൽ നമ്മൾ കണ്ടു ഹല്ലേലൂയ സ്തോത്രം, സിറിയയിലെ ഒരു പാസ്റ്ററെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ആഭ്യന്തര കലാപം ഗ്രാമങ്ങൾ തോറും തീരുന്നു. നൈജീരിയയിൽ സംഭവിക്കുന്നു. ഭാരതത്തിലും ഒട്ടും മോശമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 2 കന്യാസ്ത്രീകളെ യാതൊരു കാരണം കൂടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചു. പുരോഹിതന്മാരെയൊക്കെ വെറുതെ നീച്ചമായി ക്രൂശിക്കുന്നു. അനേക പള്ളികൾ, ആലയങ്ങൾ പൊളിച്ചു നീക്കുന്നു. അപ്പം ദൈവജനത്തിന്, ക്രൈസ്തവ സമൂഹത്തിനെതിരെ സാത്താൻ വളരെ തന്ത്രങ്ങൾ മെനയുമ്പോഴാണ് സ്വർഗത്തിൽ നിന്നും നമ്മുടെ കർത്താവ് പിശാചിനോട് എപ്പോഴും പടപൊരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് എതിരാളികൾ ഏറെയുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് എതിരാളികൾ വളരെ കൂടുതലാണ്. ശത്രു നമുക്കെതിരെ വളരെ സൈന്യമായി എഴുന്നേൽക്കുകയാണ്. പിശാച് അവന്റെ അടവുകളെല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അധികാര സ്ഥാനങ്ങളിലും മറ്റെല്ലാ മേഖലകളിലൂടെ പിശാച് പല വിധത്തിലും ദൈവസഭയെ തകർക്കുവാൻ, ദൈവജനത്തെ തകർക്കുവാൻ, ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോൾ, അവൻ ആകാശ മണ്ഡലത്തിൽ പോരാടുമ്പോൾ നാം അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നാം ദൈവസേന പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സകല ജനത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന നമുക്കെതിരെ നിൽക്കുകയാണ്.
അതുകൊണ്ടാണ് എഫേസ്യർ 6:10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ശത്രുവിന്റെ സൈന്യത്തെ ജയിപ്പാനുള്ള കൃപ നമുക്ക് ആവശ്യമാണ്, ആത്മശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ. അതിന് നാം ദൈവത്തിനെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചേ മതിയാകും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിശാച് തകരുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ പിശാച് ഓടിപ്പോകുന്നു. അല്ലെ, യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവന്റെ മുമ്പിൽ പിശാച് നിൽക്കത്തില്ല. അത് യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ നമുക്ക് വെളിപ്പെടുത്തി തന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം കഴിഞ്ഞ് യേശുവിൻ വിശുദ്ധം നമ്മൾ വായിക്കുന്നുണ്ട്. പരീക്ഷകൻ അടുത്തു വന്നു. ഈ കല്ലപ്പമായി തീരുവ കൽപ്പിക്കാം. അല്ലെങ്കിൽ മലയിൽ കൂട്ടിക്കൊണ്ടുപോയി നീ ഇവിടെ ചാട്, ആ ഗോപുരത്തിന് മുകളിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് നീ ഇവിടെ ചാട്, മലയിൽ കൂട്ടിക്കൊണ്ട് ഇതെല്ലാം എന്റേതാണ്, നീ വീട് നമസ്കരിച്ചതെല്ലാം നിന്റേതാകും. പക്ഷെ അവിടെ എല്ലാം യേശു പിശാചിനെ തകർത്തു. കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്ത ജയാളിയായി നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ നാം അനുഗമിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ശത്രുവിന്റെ സകല പോരുകളെ നമുക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം വളരെ സൂക്ഷ്മതയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും പടവെട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണാൻ കഴിയുന്നത് മീഖായേലും സർപ്പവും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ പ്രധാന ദൂതനായി മീഖായേലും സർപ്പമായ സാത്താനും തമ്മിൽ നടന്ന യുദ്ധത്തെ കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ താഴോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ മീഖായേലിനെ കുറിച്ച് തിരുവെഴുത്തിൽ 5 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം അല്ലെങ്കിൽ 10-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങളിലും 21-ാമത്തെ വാക്യങ്ങളിലും 12:21 യൂദയുടെ ലേഖനം 9-ലും വെളിപ്പാട് പുസ്തകം 12:7 രേഖപ്പെടുത്തി കാണാൻ കഴിയും മീഖായേലിനെ കുറിച്ച്. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേകം ചുമതലപ്പെട്ട ദൂതനായിട്ടാണ് ഈ മീഖായേലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദാനിയേൽ പ്രവചനത്തിൽ മീഖായേലിനെ ചിത്രീകരിച്ച അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ സാത്താനെയും അവന്റെ ദൂതന്മാരെയും മീഖായേൽ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അല്ലേ, ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ആകാശമണ്ഡലത്തെയാണ്. പ്രൈസ്. ഇപ്പൊ ഗ്രീക്കിലും മറ്റനേക പരിഭാഷകളും കാണുന്നത് ഇത് യെശയ്യാ പ്രവാചകന്മാരുടെ വിശദീകരണത്തെ അനുസ്മരിപ്പിക്കുന്നതും അതിന്റെ ഭാഗങ്ങളിൽ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർലോക മണ്ഡലത്തിൽ ദൈവജനത്തിനെതിരെ പോരാടുന്ന അല്ലെങ്കിൽ സൈന്യത്തെ കുറിച്ചാണ് പ്രവാചക പുസ്തകങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുക എഫേസ്യ ലേഖനം 6:12-ലും എസ്കേലിന്റെ പുസ്തകം 28-ന്റെ 1 തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോഴും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:12 വായിച്ചാൽ സാത്താനോടുള്ള മീഖായേലുള്ള പോരിന് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ലോകമുള്ളിടത്തോളം കാലം പിശാചിന് ദൈവത്തെയും ദൈവനാമത്തെയും ദൈവജനത്തെയും ദൈവിക ദൂതന്മാരെ ജയിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ പിശാചെന്ന് പറയുന്നവൻ തകർക്കപ്പെട്ടവൻ, അധികാരം നഷ്ടപ്പെട്ടവനാണ്. അവനെ സ്വർഗം തള്ളി താഴെ കളഞ്ഞതാ. അവനിന്ന് അധികാരമില്ല. അവന് അധികാരമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുതന്ത്രങ്ങളാണ് മെനയുന്നത്. ആ കുതന്ത്രങ്ങൾ മെനയുവാൻ അവൻ മനുഷ്യനെയാണ് തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യനോട് വളരെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് അത്യുന്നതനായ ദൈവത്തിന്റെ പ്രജകളെ, ദൈവത്തിന്റെ മക്കളെ, അത്യുന്നതനായ ദൈവത്തിന്റെ ശിഷ്യന്മാരെ തകർക്കുവാൻ അവൻ തന്ത്രങ്ങൾ മെനയുന്നത്. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? ദൈവജനത്തെ, ക്രൈസ്തവ സമൂഹത്തെ പാപത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കും. നാം പാപത്തിൽ വീഴുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഭൂമിയിൽ തന്നെ തുടച്ചു മാറ്റത്തക്ക നിലയിൽ പീഡനങ്ങൾ അഴിച്ചുവിടും. പീഡനങ്ങൾ അഴിച്ചുവിടുവാൻ അവന് മനുഷ്യനെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദേശത്ത് തീവ്രവാദികൾ പെരുകുന്നത്, ഭീകരവാദികൾ പെരുകുന്നത്, വർഗീയവാദികൾ പെരുകുന്നത്. എന്തുകൊണ്ടാണ്? സാത്താൻ അവന്റെ കരങ്ങളിൽ ഇവരെ ഉപയോഗിക്കുക. അവരാണ് പിന്നെ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ സാത്താൻ അവന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കും കാണുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് 2 കൊരിന്ത്യർ 2:11 നിങ്ങൾ വായിച്ചു നോക്കണം. അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ സാത്താൻ തന്ത്രങ്ങളാണ്. അല്ലേരിയ
നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് വളരെ തന്ത്രങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുന്ന പോലെ പിശാചും പല തന്ത്രങ്ങളാണ് ചെയ്യുന്നത്. തന്ത്രങ്ങളിലൂടെ അവന്റെ ആധിപത്യത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും ക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, ക്രൂശിലെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസഭയിൽ വിശുദ്ധിയിൽ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ അവൻ അനവധി ആശകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ കൊണ്ടുവരും. ഹല്ലേലൂയ. മനുഷ്യനെ തകർക്കുന്നതാണ് ഒന്നാമത് ആശ. ആശകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് അത് ആഗ്രഹങ്ങളായി മാറും. ഹല്ലേലൂയ. ആഗ്രഹങ്ങളായി നമ്മുടെ ഉള്ളിൽ വളർന്നിട്ട് അതിൽ മോഹങ്ങൾ ജനിക്കും. അങ്ങനെ ആശകൾ ആഗ്രഹങ്ങളായി, മോഹങ്ങളായി വരുമ്പോൾ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നാണ് ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് അവൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. രക്തം ചെയ്യും ഫ്രീസറോ പിശാചിനെ നമ്മൾ സൂക്ഷിക്കണം. അവനൊന്നും ചെയ്യത്തില്ല, പക്ഷേ അവന്റെ തന്ത്രങ്ങളിൽ നാം കുതറി വീഴരുത്, അവന്റെ തന്ത്രങ്ങളിൽ നാം അടിപതറരുത്. അവൻ സകല തന്ത്രങ്ങളും ഉപയോഗിക്കും. പക്ഷെ പല ദൈവസഭകളും പല ദൈവമക്കളും സാത്താന്റെ തന്ത്രങ്ങളിൽ കുതറി വീണ് അടിയറവ് പറഞ്ഞ് പലരും പരാജയപ്പെട്ടു പോയി. എന്നാൽ ഒരു കൂട്ടം ജനത്തെ ദൈവം എന്ത് ചെയ്തോടെ നിർത്തിയിട്ടുണ്ട്. തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഭൂമിയിൽ നിർത്തിയിട്ടുണ്ട്. അവർ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സാത്താന്റെ തലയെ അവർ തകർത്തുകൊണ്ടിരിക്കും. ഈ പിശാചിന്റെ തലയെ തകർക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. രക്തം ചെയ്യും. ലൂക്കോസ് സുവിശേഷം 10-19 രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? പാമ്പുകളെ അല്ലെ, പാമ്പത്തോൾ മഹാസർപ്പമായിരിക്കുന്ന പാമ്പ് അല്ലെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികാരത്തെ ഉപയോഗിക്കണം. ക്രൈസ്തവർ ഈ പല ദൈവജനങ്ങളും പല ക്രൈസ്തവ വിശ്വാസികളും തങ്ങളുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തതുകൊണ്ടാണ് പിശാച് ക്രൈസ്തവ സമൂഹത്തിന്മേൽ ആധിപത്യം പുലർത്തുന്നത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നാം ദുർവിനിയോഗം ചെയ്യാതെ ദൈവസന്നിധി വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ തലമുറയിലും ഒന്നാം സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സാത്താന് നമ്മെ തകർക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിങ്ങൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. ഏറ്റവും പ്രാധാന്യം നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത്? ലോകത്തിന് കൊടുത്തോ? ഇവിടുത്തെ ധനത്തിന് കൊടുത്തോ? ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ കൊടുത്തോ? ഇവിടുത്തെ അധികാരങ്ങൾ കൊടുത്തോ? ഇവിടുത്തെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത്? അങ്ങനെയാണ് നിങ്ങൾ കൊടുത്തെങ്കിൽ പതറിപ്പോകും, നിങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന, നമ്മളെ പാപത്തിന് വിടുവിച്ച് പിശാചിന്റെ കയ്യിൽ വിടുവിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവന് നമ്മെ തകർക്കുവാൻ കഴിയില്ല. പ്രൈസ്. പിശാച് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. യേശു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കണം. ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം ക്രിസ്തുവിനായിരിക്കണം. പ്രൈസ്. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കും കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദൈവജനത്തിനും ക്രൈസ്തവ സമൂഹത്തിന് ദൈവസന്നിധിക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, മഹാസർപ്പം അഥവാ പഴയ പാമ്പ് പിശാച് സാത്താൻ, ഹല്ലേലൂയ, ദൈവമക്കൾക്ക് ക്രൈസ്തവ സമൂഹത്തിൽ ദൈവസഭയിലേക്ക് പ്രവേശിപ്പാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയാത്ത വിധത്തിൽ സാത്താനിട്ടിരിക്കുന്ന പേരാണ് മഹാസർപ്പം, പഴയ പാമ്പ്, പിശാച്, സാത്താൻ. ഹല്ലേലൂയ. അങ്ങനെ പിന്നെ ഒരുപാട് പേരുകളുണ്ട്. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? മനുഷ്യനെ, ദൈവസഭയെ ക്രൈസ്തവ സമൂഹത്തെ പാപത്തിൽ തള്ളിയിടും. മദ്യം കാണിച്ചും, ലഹരി കാണിച്ചും, പെണ്ണ് കാണിച്ചും, പൊന്ന് കാണിച്ചും, പണം കാണിച്ചും, ലോകത്തിന്റെ അശ്ലീലമായതെല്ലാം കാണിച്ച് നിന്റെ മനസ്സിനെ പിശാച് വശീകരിച്ച് നിന്റെ പാപത്തിലേക്ക് തള്ളിയിടും. ഈ മഹാസർപ്പവും പഴയ പാമ്പും പിശാച് സാത്താനുമായിരിക്കുന്ന ഈ ദരിദ്രവാസി പിശാച്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ അങ്ങനെ പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പാസ് അങ്ങനെ പറഞ്ഞൊന്നും ഞാൻ അവനെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം സാത്താനെ നമ്മൾ ജയിച്ചവരാ. ഹല്ലേലൂയ. നമ്മൾ സാത്താൻ ഒരിക്കലും പേടിക്കണ്ട. ഈ മഹാസർപ്പത്തെയും പഴയ പാമ്പിനെയും, ഹല്ലേലൂയ, പിശാചിനെയും സാത്താനെ നമ്മൾ ഭയപ്പെടുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അവനെ ജയിപ്പാനാ, അവന്റെ തലയെ തകർക്കാൻ വേണ്ടിയിട്ടാ.
അല്ലെങ്കിൽ യേശു കാൽവറിയിൽ നമുക്കത് കാണിച്ചു തന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ ജീവിതത്തിന്റെ പോരടിക്കുന്ന പോരാട്ടങ്ങളെ അതിനെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നെ തള്ളിയിടാൻ ശ്രമിക്കുന്ന ഈ ശത്രുഗണത്തെ നീ ജയിക്കുക തന്നെ ചെയ്യണം. നിന്റെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സ്നേഹത്തെ കെടുത്തിക്കളയുന്ന പൈശാചികമായ തന്ത്രങ്ങളെ നീ നീക്കണം. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ കാലത്തും ഹല്ലേലൂയ ആകാശത്തൊരു യുദ്ധം ഉണ്ടായി നമ്മൾ വായിക്കുന്നുണ്ട്. മോശയുടെ കാലത്തും ആകാശത്ത് യുദ്ധമുണ്ടായി, ഹല്ലേലൂയ എന്ന് ദൈവവചനം വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലാണ് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞു. അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് നാശേഷം അയച്ചു കളയുമെന്ന് കൽപ്പിച്ചു. അല്ലേരി. അപ്പൊ മോശയുടെ കാലത്തും ഇതേപോലെ ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, രഫീദീമിൽ വെച്ച് അമാലേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. താഴെ യുദ്ധക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശമണ്ഡലത്തിൽ യുദ്ധം നടക്കുക. അല്ലേരിയ. താഴെ യുദ്ധം നടക്കുമ്പോൾ ആകാശമണ്ഡലത്തിൽ എന്ത് ചെയ്യുന്നു? മോശയോട് പിശാച് യുദ്ധം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം ആകയാൽ മോശ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കൈ ഉയർത്തിയിരിക്കുമ്പോൾ സ്തോത്രം, ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ താഴുമ്പോൾ എന്ത് ചെയ്യും? അമാലേക്ക് ജയിക്കും. ആകയാൽ അഹരോനും ഹൂരും ഒരുത്തനിപ്പുറത്തും ഒരുത്തനപ്പുറത്തും നിന്ന് അവന്റെ കൈ എന്ന് പറഞ്ഞാൽ മോശയുടെ കൈ താങ്ങി. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തിന്റെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചുവെന്നാണ് നമ്മൾ പുറപ്പാട് ദിവസം 17-13 വായിച്ചത്. അത് ഇസ്രായേലിനത്തോട് മല്ലുപിടിക്കുവാൻ, ഇസ്രായേലിനെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങി വന്ന പിശാചിനെ തകർക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞെങ്കിൽ, മോശയുടെ കൈ ഉയർന്നപ്പോൾ അമാലേക്ക് പരാജയപ്പെട്ട് ഇസ്രായേൽ ജയിച്ചു. അത് മുഖാന്തരം യോശുവിന്റെ അമാലേക്കിനെ വാളിന്റെ വായ്ത്തലയിൽ വെട്ടിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിന്റെ കരങ്ങൾ ഉയർത്തി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മോശ കരം ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ നിന്റെ കരങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കണം. ഹല്ലേലൂയ. നിന്റെ കരങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കണം. നിന്റെ കരങ്ങൾ ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല ഉയരേണ്ടത്. നിന്റെ കരങ്ങൾ ദിവ്യാഗ്രഹത്തിന് വേണ്ടിയല്ല ഉയരേണ്ടത്. നിന്റെ കരങ്ങൾ മറ്റുള്ളവരെ പിടിച്ചുപിടിക്കാൻ വേണ്ടി, അപഹരിക്കാൻ വേണ്ടിയിട്ട് അല്ല നീ ഉയരേണ്ടത്. നിന്റെ കരങ്ങൾ മറ്റുള്ള രക്തം ചൊരിയിക്കാൻ വേണ്ടിയല്ല. നിന്റെ കരങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടേ അല്ല. നിന്റെ കരങ്ങൾ കൊണ്ട് പാപം ചെയ്യുവാൻ, മദ്യം കുടിക്കാൻ, വ്യഭിചാരിക്കാൻ വേണ്ടിയിട്ടല്ല നിന്റെ കരം ഉയരേണ്ടത്. നിന്റെ കരം ഉയർന്നിരിക്കേണ്ടത് അമാലേക്ക് ശക്തിയോട്, സാത്താന് ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ മോശയുടെ കൈ ഉയർന്നിരുന്നത് പോലെ നിന്റെ കരം ഉയർന്നിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും കരം ഉയരുന്നത് സ്വന്തം സഹോദരനെ അടിപ്പാൻ, സ്വന്തം മാതാപിതാക്കളെ അടിക്കുവാൻ, സ്വന്തം മാതാപിതാക്കളെ വോൾട്ടേജ് റൂമിൽ തള്ളുവാൻ, വഴിയോരങ്ങളിൽ കൊണ്ട് തള്ളുവാൻ, സ്വന്തം കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അയൽവാസികൾ അതിരുകൊണ്ടാണ് പലരുടെയും കരം ഉയർന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അടൂരിൽ സ്വന്തം മകനും മരുമോളും കൂടെ സ്വന്തം പിതാവ് വീട്ടിലേക്ക് ചെല്ലുന്നതിന് തടസ്സം പറഞ്ഞുകൊണ്ട് പൈപ്പ് കൊണ്ടും വടി കൊണ്ടും പിതാവിനെ അടിക്കുന്നത് കൊണ്ടും അവരുടെ കരം ഉയർന്നത് സ്വന്തം പിതാവിനെ അടിക്കാനാ. മറ്റോട് സ്വന്തം വോൾട്ടേജ് റൂമിൽ പാർത്തൊരു പിതാവ് മരിച്ചപ്പോൾ ആ പിതാവിന്റെ ബോഡിയുമായി മകന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മകൻ എന്ത് ചെയ്തു? വീട് അടച്ചു പൂട്ടി സ്ഥലം വിട്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കരം ഉയരുന്ന അങ്ങനെയാണ്. അനവധി മരുമക്കൾ അമ്മായിയമ്മയെ അടിക്കുന്നു, അമ്മായിമ്മ മരുമക്കളെ അടിക്കുന്നു, കുടുംബത്തിനകത്ത് അക്രമം സൃഷ്ടിക്കുന്നു. എന്നുകൊണ്ട് ഇവരുടെയൊക്കെ കരങ്ങൾ പാപത്തിലേക്ക് ഉയരുകയാണ്. ഹല്ലേലൂയ. പല ക്രൈസ്തവന്റെയും കരം ഉയരുന്നത് മദ്യക്കുപ്പികളാണ്. നിങ്ങൾ ബീവറേജിന്റെ പടിക്കൽ പോയി നിൽക്കണം. ഞങ്ങളുടെ അടുത്തൊരു ബീവറേജിന്റെ അടുക്കൽ പോയി നിന്നാൽ കാണാൻ കഴിയും ക്രൈസ്തവരെല്ലാം പള്ളിയിൽ പോകുന്നവരാ, ഉപസാരിക്കുന്നവരാ, കുർബാന കാണുന്നവരാ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളവരാ. ദൈവത്തിന്റെ ജനം എന്നവർ ക്രൈസ്തവരെന്ന് പറയുന്നവർ അവരുടെ കരങ്ങൾ 2 കക്ഷങ്ങളിലും നിറച്ച് ബ്രാൻഡിക്കുപ്പിയായിട്ട് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. കേരളത്തിലെ ഏത് ബീവറേജ് ബാറുകളിൽ ചെന്നാലും, കള്ള് ഷാപ്പിന്റെ പടിക്കൽ ചെന്ന് കഴിഞ്ഞാൽ ക്രൈസ്തവൻ എവിടെ നിൽക്കാൻ കള്ള് ഷാപ്പിനകത്തും അതിന് പുറത്തുനിന്നത് പുകവലിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാനത് തെറ്റ് പറഞ്ഞു. ഞാൻ എന്റെ കഴിഞ്ഞ 25 വർഷ ജീവിതമൊക്കെ ഇതൊക്കെ ചെയ്തയാളാണ്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ: അമാലേക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ, അമാലേക്ക് ഇസ്രായേലിനെ ഇല്ലായ്മ വന്നപ്പോൾ
ദൈവം എന്ത് ചെയ്തു? മോശയുടെ നീ കുന്നിമുകളിൽ കയറി നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അങ്ങനെ മോശ കുന്നിമുകളിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ അഹരോനും ഹൂരും മോശയുടെ കൈക്ക് താങ്ങായി നിന്നുകൊണ്ട് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് മുഖാന്തരം എന്ത് ചെയ്തു? അമാലേക്കിനെ യോശുവ ജയിച്ചു. ഹല്ലേലൂയ. അവന്റെ ഓർമ്മയിൽ പോലും ആകാശം നീക്കിക്കളഞ്ഞെന്നാ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീകായിലും ഒരു ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അവനും അവന്റെ ദൂതന്മാരും മീകായിലും അവൻ യുദ്ധം ചെയ്തു. അവരെ ജയിച്ചില്ല. അതെ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് നേരെ വ്യാപരിക്കുന്ന സ്വർലോക മണ്ഡലത്തിലെ ദൂഷ്ടാത്മ സേനയെ നിനക്ക് തകർത്ത് കളയുവാൻ കഴിയും. നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറാത്ത, നിന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറാത്തത്, നിന്റെ കുടുംബത്തിന്റെ വേദനകൾ മാറാത്ത, നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? നിനക്ക് സാത്താനോട് യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിന്റെ കൈ മലിനമായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങൾ മലിനമാണെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളുടെ കരങ്ങൾ മലിനത മാറി വരണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ക്രൈസ്തവ സമൂഹത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ, ഇസ്രായേലിനത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ അമാലിയക്ക് ശക്തി എഴുന്നേറ്റതുപോലെ ലോകമെമ്പാടുള്ള ക്രൈസ്തവ ജനത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി അന്നത്തെ അമാലിയക്കൊരു ശക്തി പോലെ ഇവിടെ മഹാസർപ്പവും പഴയ പാമ്പും സാത്താനും പിശാചുമായിരിക്കുന്നവൻ അവനവന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവരിലൂടെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും സുവിശേഷ വിരോധികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ സുവിശേഷ വിരോധികളിൽ ഈ തീവ്രവാദികളിൽ, ഭീകരവാദികളിൽ, വർഗീയവാദികളിൽ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നേരെ വാളെടുത്ത് ദൈവമക്കളെയും ദൈവസഭയും ക്രൈസ്തവ സമൂഹത്തെയും തമ്മിലടിപ്പിച്ച് തമ്മില്ലായ്മ ചെയ്ത് ദൈവജനത്തെയും ദൈവസഭയും ക്രൈസ്തവ സമൂഹത്തെ ജയിലടയ്ക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരെ, ക്രൈസ്തവ സന്യാസിനികളെ വലിച്ചു കീറുന്ന, പച്ചയ്ക്ക് പിച്ചും ചെയ്തുന്ന ദൈവദാസന്മാരെ മൃഗമായി പിച്ചു ചെയ്തുന്ന, ദൈവമക്കളെ പിച്ചു ചെയ്തുന്ന, അവരെ നാടുകടത്തുന്ന, അവരുടെ വ്യാപരിക്കുന്ന ശക്തി എന്താ? മഹാസർപ്പത്തിന്റെ, പഴയ പാമ്പിന്റെ, പിശാചിന്റെ, സാത്താന്റെ ശക്തിയാണ് അവരുടെ മേൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ദൈവസഭയിൽ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്റെ കേൾക്കുന്ന ശ്രോതാവേ, മോശയുടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ നീ കരം ഉയർത്തി പ്രാർത്ഥിക്കാൻ, വിശുദ്ധിയിലേക്ക് മടങ്ങി. എന്റെ കരങ്ങൾ മലിനത മാറി എന്റെ കരങ്ങൾ വിശുദ്ധമായി മാറട്ടെ. ദാവീദ് വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ നീയും ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ശത്രുവിന്റെ സൈന്യത്തെ നിനക്ക് ജയിപ്പാൻ കഴിയും. ഈ വേദപുസ്തകമൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ 12:7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് നമ്മൾ സാത്താനെ ജയിപ്പാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നു, ബാഹ്യമായൊരു യുദ്ധം നടക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ആ യുദ്ധം ആകാശ മണ്ഡലത്തിൽ നടക്കുന്നതിനാൽ ദൈവജനങ്ങൾ മുട്ടിന്മേൽ നിന്ന് യുദ്ധത്തെ ജയിക്കണം. ഹല്ലേലൂയ. ബാഹ്യമായൊരു യുദ്ധമാണ് ഹല്ലേലൂയ നടക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം എന്ന ആകാശമണ്ഡല സ്വർലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവജനം മുട്ടിന്മേൽ നിൽക്കണം. ഹല്ലേലൂയ. ദൈവജനം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പിശാചിനെ ജയിക്കാൻ കഴിയും. പൗലോസ് പറഞ്ഞു, അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർവരുവാൻ കാണമായി തീർന്ന പിതാവിന്റെ സൽ മുട്ടുകുത്തുന്നുവെന്ന് ഫെസ് ലേഖനം 3:10 വായിക്കുന്നത് പോലെ അവിടെയാണെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവിടെയാണ് വായിച്ചു നോക്കണം. നിങ്ങൾ ബൈബിൾ തിരയാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ നോക്കത്തില്ല. നിങ്ങൾ ബൈബിൾ നോക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോന്ന്. സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ പഴയ നിയമ ഭക്തന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ ദാവീദ് പ്രാർത്ഥിച്ചു, ദാനിയേൽ പ്രാർത്ഥിച്ചു, മോശ പ്രാർത്ഥിച്ചു, അബ്രഹാം പ്രാർത്ഥിച്ചു, ശമൂവേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവരൊക്കെ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ബാഹ്യമായി നടക്കുന്ന യുദ്ധമാണെങ്കിൽ ആകാശ മണ്ഡലമായ യുദ്ധം യഥാർത്ഥമാണ്. അതുകൊണ്ട് സ്വർലോകത്തിലെ ദുഷ്ടാത്മനെ ജയിപ്പാൻ ഹല്ലേലൂയ നിന്റെ കരങ്ങൾ ഉയർത്തി നീ മുഴങ്കാലുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസ് ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ പരാജയപ്പെടുത്തുവാൻ ഈ അന്ധകാര ശക്തികൾക്ക് കഴിയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ 3.25 കോടി ജനങ്ങളാണുള്ളത്. കേരളത്തിൽ 3.25 കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിലെ 3.25 കോടി ജനം, ഞാൻ ഉദാഹരണം പറയും, ഏകദേശം കണക്കാകട്ടോ, 3.25 കോടി ജനത്തിന്റെ കരങ്ങളിൽ 7.5 കോടിയിലധികം മൊബൈൽ എത്തിക്കഴിഞ്ഞു.
ആകപ്പാട് മൊബൈൽ ഉപയോഗിക്കാനായിട്ട് 3.25 കോടി ജനം എണ്ണത്തിലുള്ളവർ അല്ലേലിയ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി മൊബൈൽ ഉപയോഗിക്കുന്നത്. അതിൽ 7.5 കോടിയിലധികം മൊബൈൽ എത്തിയെന്ന 7.5 കോടി മൊബൈൽ എത്തിയെന്ന് പറയുമ്പോൾ എണ്ണത്തിൽപ്പെടാത്തവരും അല്ലേലിയ പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, കൂടാതെ ഒരാളിന്റെ കയ്യിൽ 1-2 മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ കൂട്ടുമ്പോൾ എത്ര കോടി മൊബൈലാണ് കേരളത്തിൽ മാത്രം ജനം ഉപയോഗിക്കുന്നത്? ആകെപ്പോടെ 3.5 കോടിയധികം 3.25 കോടിയോളം ജനത്തിന്റെ കരങ്ങളിൽ എണ്ണപ്രകാരം തന്നെ 7.5 കോടി, അതിനെ എണ്ണമില്ലാത്തത് അനവധി. കാരണം മനുഷ്യന്റെ കരങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിന്റെ മായയായ ഭോഗങ്ങളിലേക്ക് മൊബൈലിനകത്ത് എല്ലാ അശ്ലീലങ്ങളും കാണിച്ചെന്ന് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ സകല അശ്ലീലങ്ങളും കാണിച്ചു തന്ന് മനുഷ്യ മനസ്സുകളെ വശീകരിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തിൽ ആശ തന്ന, ആഗ്രഹം തന്ന് അവന്റെ ഉള്ളിൽ മോഹം ജനിപ്പിക്കുന്ന അശ്ലീലമായ നഗ്ന ചിത്രങ്ങൾ കാണിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനെ വശീകരിക്കും. സാത്താൻ നമ്മളെ തള്ളിത്താഴെയിടും. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാതെ, സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിന്നെ അനുവദിക്കാതെ, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നിന്നെ നയിച്ചു കൊണ്ടുപോകാൻ പിശാച് നിന്റെ കൺമുമ്പിൽ നിനക്കിഷ്ടമാകുന്ന, നിനക്ക് ആഗ്രഹമാകുന്ന, നിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, കുളിർമയേകുന്ന പാപങ്ങൾ നിന്റെ മുമ്പിൽ നിരത്തി വെക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ കുടുംബത്തിനകത്തും നിന്റെ ജീവിതത്തിനകത്തും പാപത്തിന്റെ വശീകരണത്തിനകത്ത് നീ വീണു പോകാതെ, നീ മാനസാന്തരം വിട്ട് മടങ്ങി വന്ന് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ നീ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്ത് നിന്ന് മായ്ച്ചു കളഞ്ഞതുപോലെ, ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതുപോലെ നിന്റെ കുടുംബത്തിലെ വ്യാപരിക സാത്താന്യ ശക്തികളെ ദൈവം നീക്കിക്കളയും. ഈ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. രക്തജയം നിങ്ങൾക്ക് പലപ്പോഴും ജയിപ്പാൻ കഴിയാത്തത് പിശാചിനോട് നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം പാപം നിന്റെ മേൽ കിടക്കുന്നു. പാപം നിന്റെ മേൽ കിടക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു കൊള്ള പലിശക്കാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു കൈക്കൂലിക്കാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു അഴിമതിക്കാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു മദ്യപാനിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഒരു മയക്കുമരുന്ന് അടിമയായവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഒരു ബാറുകാരന്റെയും ഒരു കള്ളുഷാപ്പുകാരന്റെയും ഒരു ബീവറേജുകാരന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അവരെല്ലാം പാപികളാണ്. അതുകൊണ്ടാണ് കുരുടൻ പറഞ്ഞത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായ അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയത്രയും ദൈവം കേൾക്കുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കണ്ണിന് കാഴ്ച ലഭിച്ച കുരുടൻ പറയുന്നു കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ, നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ, നിന്റെ കുരുടായ മനസ്സിനെ മാറ്റി നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നിന്റെ പാപത്തെ വിടിഞ്ഞു നിനക്ക് വരുവാൻ കഴിയുള്ളൂ. പാപിക്ക് ഒരിക്കലും സാത്താനെ ജയിക്കാൻ കഴിയത്തില്ല. അല്ലേലൂയ. പാപിക്ക് സാത്താനെ ജയിക്കണമെങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതുകൊണ്ട് നീ പാപികളുടെ ഗണത്തിൽ പെടാതെ, പാപികളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകാതെ, നിന്റെ കുടുംബത്തിനകത്ത് പാപം വസിക്കാതെ, സ്തോത്രം, നിന്റെ കുടുംബത്തെ പാപത്തെ നീക്കിക്കളയണം. ഇന്ന് ഞായറാഴ്ച, ഈ ഞായറാഴ്ച അനവധി ക്രൈസ്തവരുടെ വീടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീടിന്റെ അകത്തളങ്ങളിൽ അനവധി ബ്രാൻഡി കുപ്പികൾ അവരുടെ അലമാരിക്കകത്തും അവരുടെ ഷോക്കേസിനകത്തും ഫ്രിഡ്ജിലും വെച്ചിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ ഒരിക്കലും വീട്ടിൽ ചെന്നു. നല്ലൊരു ഉന്നതമായ വീടാ. വളരെ ശ്രേഷ്ഠരാ, ക്രിസ്ത്യൻസുകളാ, ദൈവത്തെ ആരാധിക്കുന്നവരാ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് അന്തി ഉറങ്ങേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ എനിക്ക് ആ വീട്ടിൽ കൂടെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ചെന്നു. വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ നല്ല വേൽക്കാലം, പരവേശമാതുകൊണ്ട് ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കുടിക്കാമെന്നുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളം പോലും ഫ്രിഡ്ജിനകത്തില്ല. എന്നാൽ ഫ്രിഡ്ജിനകത്ത് അനവധി കുപ്പികളുണ്ട്, എല്ലാം ബ്രാൻഡി കുപ്പികളാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങരുത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ഒരു മദ്യപാനിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരാ, പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീകായിലെ ദൂതന്മാരും മഹാസർപ്പത്തോട്, പഴയ പാമ്പിനോട്, സാത്താൻ പിശാചോട് പടവെട്ടിയതുപോലെ, അവന്റെ കൂട്ടരിൽ സ്വർഗം തള്ളി താടിയിട്ടതുപോലെ നീയും പിശാചോട് പടവെട്ടി നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആകാശ മണ്ഡല ദുഷ്ടാത്മ സേനയെ നീ തകർക്കണം. ഹല്ലേലൂയ. എപ്പോൾ നീ അതിന് വേണ്ടി മനസ്സ് വെക്കുന്നോ അപ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഉയർച്ച വരാൻ തുടങ്ങും. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ പാപത്തിന്റെ വഴികളിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിലെ മണ്ണിന് വേണ്ടി ജീവിക്കരുത്, പൊന്നിന് വേണ്ടി ജീവിക്കരുത്, ഈ ഭൂമിയിലെ പെണ്ണിന് വേണ്ടി ജീവിക്കരുത്.
പലരും പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, മണ്ണിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുക. ഹല്ലേലൂയ. അതിനാൽ നീ സഹോദരന്റെ സമ്പത്ത് നീ അപഹരിക്കരുത്. അയൽവാസിയുടെ സ്വത്ത് നീ അപഹരിച്ചെടുക്കരുത്. ആരുടെ നീ മോഷ്ടിച്ചെടുക്കരുത്. അയൽവാസിയുടെ തേങ്ങ മോഷ്ടിക്കരുത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ തെങ്ങിന് വരെ കാവൽക്കാരെ കൊണ്ട് നിർത്തേണ്ട കാലഘട്ടത്തിൽ എത്തിരിക്കുക. നമ്മൾ സാധാരണ കാണുന്നത് അല്ലെങ്കിൽ കടകൾക്കും വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്കും ആ സെക്യൂരിറ്റി. ഇപ്പം വേണമെങ്കിൽ തെങ്ങിന് സെക്യൂരിറ്റി നിർത്തേണ്ട കാലമാണ്. തെങ്ങും തോപ്പിനകത്ത് സെക്യൂരിറ്റിയെ കാവൽ നിർത്തുന്നത് എന്തിനാ? വെളിച്ചെണ്ണയുടെ വില 540 എത്തിക്കഴിഞ്ഞു. അരിയുടെ വില 75 എത്തിക്കഴിഞ്ഞു. കടക്കാർക്ക് കടക്ക് സെക്യൂരിറ്റി. പക്ഷെ തെങ്ങും തോപ്പിന് സെക്യൂരിറ്റി നിർത്തേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നീ ദൈവസൻ പൗലോസ് പറഞ്ഞുള്ള മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ, വിശുദ്ധ കരങ്ങൾ നിന്റെ വിശ്രാന്ത മതത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ, മോശയുടെ കരം ഉയർന്നിരുന്ന പോലെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കരം ദൈവസൻ ഉയരട്ടെ. പാപത്തിന്റെ കറ നിന്റെ കരങ്ങളിൽ കാണരുത്. അനവധി ആളുകളുടെ രക്തം ചൊരിയിച്ചിട്ട് പലരും സ്വന്തം പള്ളിക്ക് മുമ്പിൽ 1001 തീ കത്തിക്കുന്നു, 101 തീ കത്തിക്കുന്നവരുണ്ട്. അമ്മായിയമ്മയും മരിയക്കളും തമ്മിൽ കുടുംബത്തിൽ കലകുലും മറ്റുള്ളവന് ദോഷം ചെയ്തിട്ട് വലിയ നേർച്ച കാഴ്ചകൾ നടത്തുന്നവരുണ്ട്. മല കയറുന്നവർ, മല ഇറങ്ങുന്നവർ, തീർത്ഥാടനം നടത്തുന്നുണ്ട്, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട്. സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്. പാപത്തെ ഏറ്റുപറയാതെ നീ ഏതെല്ലാം വിശുദ്ധിയുടെ വേഷം ധരിച്ചാലും, വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട്, വിശുദ്ധിയുടെ വേഷം ധരിച്ചുകൊണ്ട് വിശുദ്ധമായി ശുശ്രൂഷ ചെയ്യുന്നത് ജനത്തിന് മുമ്പിൽ ധരിപ്പിക്കുകയില്ല. നീ വീഞ്ഞ് ഉപയോഗിക്കുന്നവനാണെങ്കിൽ, നീ മദ്യം ഉപയോഗിക്കുന്നവനാണെങ്കിൽ നിന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പലരും അജീർണത മാറ്റാൻ വേണ്ടി അല്പം വീഞ്ഞു കൂടെ സേവിച്ചുകൊള്ളട്ടെന്ന് പറഞ്ഞ പോലെ പലരും എന്ത് ചെയ്യുന്നു? വീഞ്ഞിന് പകരം ബാറിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബീവറേജിൽ കിടക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, മദ്യം വാങ്ങിക്കൊണ്ട് വെച്ച് രഹസ്യമായി കുടിച്ചിട്ട് ദൈവവേല ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും വിവിധ സമൂഹത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ ആ സഹോദരനോട്, എന്റെ പാസ്റ്ററേ, ഞങ്ങൾ മടുത്ത് ഞങ്ങൾ എന്ത് പറഞ്ഞാലും പ്രയോജനമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇത് വിട്ടേച്ച് പോകാൻ പറ്റുമോ? നിങ്ങൾക്കറിയാം ആരാ കൂട്ടുക എന്നുള്ളത്. അല്ല, ഞാനതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിന്റെ പാപം വിട്ട് നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ബാഹ്യമായി യുദ്ധം നടക്കുമെന്ന് നീ മുട്ടുമെന്ന് പോരാടണം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത്, ഹല്ലേലൂയ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുർത്താത്മസേനയോടുമാണ്. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പിശാച് നിന്റെ കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് സംശയിക്കത്തക്ക നിലയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കും, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കും, മക്കൾ അപ്പനമ്മമാരെ വഞ്ചിക്കും. അങ്ങനെ പാപം കുടുംബത്തിനകത്ത് കൊണ്ടുവരും പിശാച്. നിന്റെ കുടുംബത്തിനകത്തെ കുടുംബ ജീവിതത്തെ പിശാച് തകർക്കും. നിന്റെ കുടുംബത്തിനകത്ത് വിവിധമായ പോരാട്ടങ്ങളെ പിശാച് അയക്കും. മാത്രമല്ല, എന്റെ കുടുംബത്തിനകത്ത് വേദനയുടെ അനുഭവത്തെ, കണ്ണുനീരിന്റെ അനുഭവത്തെ, പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങൾ, സഹോദരന്മാർ തമ്മിൽ സൗര്യമാർ തമ്മിൽ അടിക്കുന്ന, കലഹിക്കുന്ന, രക്തം ചെടിക്കുന്ന അനുഭവങ്ങൾ പിശാച് നിന്റെ കുടുംബത്തിൽ കൊണ്ടുവരും. പാപം നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്ക നിലയിൽ അവൻ നിന്നെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരിന്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും അരാജകത്വത്തിന്റെയും ഇരുളിന്റെയും ആധിപത്യത്തെ തുടച്ചു നീക്കിയിട്ട് ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ, നിത്യതയിൽ നീ ഉണ്ടായിരിക്കണമെങ്കിൽ, വനാതി വാനങ്ങൾക്കപ്പുറത്ത് നിത്യമായ രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ വസിക്കുന്ന ഒരു പിതാവുണ്ട്. ഗരുവുകളും സാറാവുകളും ദൂതന്മാരും കോടാനുകൂടി വിശുദ്ധന്മാരും അടങ്ങിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നീ എത്തണമെങ്കിൽ, ഹല്ലേലൂയ, ഭൂമിയിൽ വെച്ച് തന്നെ വിശുദ്ധ ജീവിതം നയിക്കണം. സാത്താനെ നീ ജയിക്കണം. സാത്താന്റെ പടം വെട്ടി അവനെ ജയിക്കണം. നീ നിൽക്കുന്ന ഒരു പോർക്കളത്തിലാണ്. രക്തം ചെയ്യും. പാപത്തെ ജയിപ്പാൻ നിനക്ക് കഴിയാതെ, പാപത്തെ ജയിപ്പാൻ കഴിയാതെ നീ ലോകത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിന്റെ ജീവിതം നിത്യ നരകത്തിലേക്ക് പോകും. രക്തം ചെയ്യും. അതുകൊണ്ട് നീ നിത്യ നരകത്തിലേക്ക് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ കുടുംബത്തോട് പോരാടുന്ന സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനെ, പഴയ പാപ മഹാസർപ്പോ സാത്താൻ പിശാചമായിരുന്നവനെ മീകായിരം ദൂതന്മാര് വെട്ടി താഴെ കളഞ്ഞതുപോലെ ഇന്നും നിന്റെ കുടുംബത്തോട് പോരാടുന്ന സാത്താൻ ശക്തികളെ നീ തകർത്ത് കളയണം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഇന്നുവരെ അനുഭവിച്ചില്ലാത്ത സമാധാനം ഉണ്ടാകും.
ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ തകർക്കുവാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിനകത്ത് മാരകമായ രോഗങ്ങൾ പിശാച് കൊണ്ടുവരും. പാപത്തിൽ നീ വസിക്കുമ്പോൾ പാപം നിന്റെ വസിക്കും. മാരകമായ രോഗത്തിന് അധീനമായി പാപം നിന്റെ ജീവിതത്തിൽ രോഗത്തിലേക്ക് ശാപത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിന്റെ അധ്വാന ഫലം മുഴുവൻ നീ നിന്റെ മക്കളും തിന്നിട്ട് അധ്വാന ഫലം മുഴുവൻ ഹോസ്പിറ്റലുകളിലേക്കും മറ്റു മാർഗങ്ങളിലേക്കും വണ്ടിക്കാർക്കുമായി ചെലവഴിച്ച് അവസാനം കടവും കയറി ബ്ലേഡിൽ നിന്ന് എടുത്ത് ബാങ്കിൽ നിന്ന് എടുത്ത് അവസാനം നിന്നെ കടക്കണിയിലാഴ്ത്തി നിന്റെ വീടും പറമ്പും എല്ലാം മറ്റുള്ളവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ദൈവസ്ഥലേക്ക് മടങ്ങി വരണം. ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ആമീൻ, അങ്ങനെ രോഗം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കൊണ്ട് ഞങ്ങൾക്ക് തന്നെ രോഗമുണ്ട്. ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം രോഗം മനുഷ്യനുണ്ട്. പക്ഷേ ഞങ്ങൾ ആ രോഗത്തെ ജയിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥനയോടെ ജയിക്കുകയാണ്. കാരണം സാത്താന് ഞങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ മുഴക്കാലും മടക്കി സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർന്നു പറഞ്ഞ പോലെ ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥായിക്കുന്ന രാജാതി രാജവും കർത്താവും താന്മാർത്ത അമർത്തിയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും അൽഫിയോമേഗമായിരിക്കുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവൻ ശബ്ദമുള്ളവൻ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അനാദി ശാശ്വതവാസി ദൈവമായവൻ, അൽഫിയോമേഗമായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ മുഴങ്കാലും മടക്കി ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുഷ്ടാത്മസേനയെ ഞങ്ങൾ ജയിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിന്റെ കുടുംബത്തിനകത്ത് പിശാച് പോരാടാൻ നീ അനുവദിക്കരുത്. ഇന്ന് പല വീടുകളിൽ ചെന്നാൽ ഇഷ്ടംപോലെ സിഗരറ്റും പുകയ്ക്കുന്ന മറ്റനവധി മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എല്ലാ ഭവനത്തിനകത്ത്, കൂടാതെ സകലവിധ അശ്ലീലങ്ങളും. ഹല്ലേലൂയ. സമാധാനം കുടുംബത്തിനകത്തുണ്ടോ? എനിക്ക് കേൾക്കുന്ന മാതാവ്, നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നീ അധ്വാനിക്കുന്ന മേഖലയിൽ സമാധാനമുണ്ടോ? ബിസിനസ് നിനക്ക് സമാധാനമുണ്ട്? ജോലി നിനക്ക് സമാധാനമുണ്ടോ? ജീവിതം കണ്ണുനീരിന്റെ അനുഭവമല്ലേ? നാട്ടിലും പ്രശ്നം, വീട്ടിലും പ്രശ്നം, നിന്റെ എല്ലാ മേഖലയിലും പ്രശ്ന സങ്കീർണമായ അനുഭവമല്ലേ നിനക്ക്? ഇന്നും നിനക്ക് ദൈവത്തിന് കീഴ്പ്പെടാൻ കഴിയാതെ ലോകത്തിന് മുമ്പിൽ ഇതൊരു താളടി പോലെ ആയി മാറുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായി ദൂത് മടങ്ങി വന്ന് ഈ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങൾക്ക് നിനക്ക് അതിജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് കണ്ണുനീരിന്റെയും വേദനയുടെയും രോഗത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും പേരിൽ ദുഷ്ടാത്മ സേനകൾ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കും. അനുഭവത്തിൽ കുടുംബങ്ങൾ തകരുന്നത് തെറ്റിദ്ധാരണയുടെ പേരില്ല. ഹല്ലേലൂയ. തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒന്നിൽ ഭാര്യ ഇറങ്ങി ഓടിക്കഴിയും, അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരാളെ ഓടിക്കഴിയും, അല്ലെങ്കിൽ കുടുംബജീവിതം ചിന്ന ഭിന്നമായും, അല്ലെങ്കിൽ ഭാര്യയിൽ ഭർത്താവ് ഒരു ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. തെറ്റിദ്ധാരണ കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്റെ കുടുംബം ശുദ്ധീകരിക്കണം, നിന്റെ വീട് ശുദ്ധീകരിക്കണം, നിന്റെ ഭവനത്തെ, നിന്റെ മക്കള്, നിങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നാണ് ഹല്ലേലൂയ ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അപ്പൊ ഇവിടെ ദെബോര ന്യായാധിപതി ആയിരുന്നപ്പോൾ അത്തരം ഒരു അനുഭവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിക്കുന്നു, ആകാശത്തും നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരിയുമായി സുഗതികളിൽ പൊരുതി എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. ദെബോര ന്യായാധിപതിയായിരുന്ന അത്തരം അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ആകാശത്തും നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരുമായി സുഗതികളിൽ പൊരുതി എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിൽ ആകാശ മണ്ഡലത്തിലുള്ള ദുഷ്ടാത്മസേനകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കർത്താവ് നക്ഷത്രങ്ങളോട് കൽപ്പിച്ചെന്നാണ്. സ്വതന്ത്രം അല്ലെങ്കിൽ ദെബോര കാലത്ത് ഇതുപോലെ യുദ്ധമാണ്, ഭയങ്കര യുദ്ധമാണ്. സീസരിയുമായിട്ട് ഭയങ്കര യുദ്ധം നടക്കുക. അല്ലെങ്കിൽ ഈ യുദ്ധ സമയത്ത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും അവന്റെ സംഘത്തോടെ ദെബോരയോട് പൊരുതുക. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആകാശത്ത് നക്ഷത്രങ്ങളോട് കൽപ്പിച്ചു. നക്ഷത്രങ്ങൾ ദുഷ്ടാത്മസേനയോട് പൊരുതി എന്നുള്ളതാണ്. ദുഷ്ടാത്മസേനയുടെ പൊരുതി അല്ലെങ്കിൽ ദുഷ്ടാത്മസേനെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവാകുന്ന സീസരിയോടും അവന്റെ വീരന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. അതെ, നിങ്ങളുടെ യോദ്ധാവായി കർത്താവ് ഇന്നും ജീവിക്കണം.
നിങ്ങളുടെ യോദ്ധം ആരായിരിക്കണം? കർത്താവായിരിക്കണം. നിങ്ങൾ പലരും റോൾ മോഡലായി സ്വീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ സിനിമാതരന്മാരെ, ഇവിടുത്തെ ജിമ്മിൽ പോകുന്നവരെ, ഇവിടുത്തെ കായിക താരങ്ങളെ, പലരെയാണ് നിങ്ങൾ റോൾ മോഡലായി സ്വീകരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരു ആത്മീയന്റെ ജീവിതം, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ റോൾ മോഡൽ എന്ന് പറയുന്നത് ഈ ലോകത്തെ അല്ല നീ കൊണ്ട് നടക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ യോദ്ധാവായി നിൽക്കണം. ഹല്ലേലൂയ. നീ പഴക്കളത്തിലാണ്, പോർക്കളത്തിലാണ്, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശുവായി യോദ്ധാവ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് നീ വീടരുത്. ലോകത്തിന്റെ വശീകരണത്തിലേക്ക് പോകരുത്. ദിവ്യാഗ്രഹത്തിന്റെ മനസ്സിനെ വശീകരിക്കരുത്. ഹല്ലേലൂയ. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഞാൻ മുമ്പ് ആരുടെ ഒന്നും അപകരിക്കരുത് പറഞ്ഞു. ഹല്ലേലൂയ. അന്യന്റെ ഭാര്യയെ നീ മോഹിക്കരുത്. കൽപ്പനകളെ നീ തെറ്റിക്കരുത്. വിശുദ്ധ ജീവിതം നയിക്കണം. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന്. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കണം. ദൈവരാജ്യത്തിൽ പോകണം, വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം ഇതൊക്കെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവിന് സൈന്യങ്ങൾ യഹോവ എന്ന് പേരുണ്ട്. സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നുവെന്ന് 46 സംഗീതത്തിനകത്ത് അതിന്റെ 7-ാം വാക്യം 8-ാം വാക്യമൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. 7-ാം വാക്യം സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പോൾ തന്നെ 46-ാം സംഗീതം 11-ാമത്തെ വാക്യം സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമ്മോടുകൂടെ, അർത്ഥമുള്ള ഇമ്മാനുവേൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ദുഷ്ടാത്മസേനയെ നമുക്ക് തകർക്കുവാൻ കഴിയും. രക്തം ചെയ്യും. ഞാൻ മടങ്ങി വന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച വായിച്ച വചനം എന്താണ്? പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ഹല്ലേലൂയ. മീകായിലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചെഴുതാനും. അതിന് സാത്താനെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം. നിന്റെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കണം. പാപത്തിന്റെ വശീകരണത്തേക്ക് വിട്ടുപോകാതെ. എന്ന് പകരം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു, മഹാസർപ്പം, പഴയ പാമ്പും പിശാചും സാത്താനുമായിരിക്കുന്ന സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളെ തകർക്കുവാനുള്ള ആത്മശക്തി പ്രാപിച്ചാൽ എന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറും, കണ്ണുനീര് മാറും, ദുഃഖങ്ങൾ മാറും. എന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമ്പത്തും ഉണ്ടാകും. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ടവരുടെ കൽപ്പനകളിൽ നടക്കുന്ന ഏവന് ഭാഗ്യവാനെന്നാണ് നമ്മൾ വചനം വായിക്കുന്നത്. അതിൽ നീ ദൈവത്തിന്റെ വചനത്തേക്ക് മടങ്ങി വാ. കണ്ണുകളുടെ പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവൻ പിശാച് അതീതത്തിലാക്കി ദൈവജനത്തെ തകർക്കുന്ന, ക്രൈസ്തവ സമൂഹത്തെ തകർക്കുന്ന സാത്താന് കൂലികൾ നടിയുന്നെന്ന് ഈ ജനം പിടിവിക്കപ്പെടും. കുടുംബത്തിനകത്ത് തെറ്റിദ്ധാരണകൾ, കുടുംബ ജീവിതത്തിൽ പ്രശ്നം, മദ്യത്തെ മയക്കും ലഹരിക്കും അടിമപ്പെടുത്തി ഈ ലോകത്തിന്റെ പാപസുകളിൽ അകപ്പെട്ട് മനുഷ്യന്റെ കർത്താവേ, ജീവൻ എടുക്കുന്ന, ജീവനെ തകർക്കുന്ന, രക്തം ചൊരിയിക്കുന്ന അനവധി ശക്തികൾ ലോക രാജ്യങ്ങളിൽ പെരുകുമ്പോൾ ക്രൈസ്തവ വീണം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിച്ചനം മടങ്ങി വന്ന് മുട്ടമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മോശ കുന്നിമുകളിൽ കൈയുയർത്തി പ്രാർത്ഥിച്ച മമാവിലേക്ക് ശക്തി തകർന്നതുപോലെ പൗലോസ് പറഞ്ഞ് മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞതുപോലെ കർത്താവ് ദിവസങ്ങളിൽ യേശു പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് മാതൃകയായിരിക്കുന്ന പോലെ ജനം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ വാർത്തകരാനും വൃദ്ധരാശ്രമ യാചകർ, ഓർഫനേജ്, ചോട്ടൻ തടവറയിലേക്ക് സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകമുള്ള ക്രൈസ്തവ സമൂഹത്തിനായി അക്രമങ്ങൾ പെരുകുമ്പോൾ ദൈവപ്രവർത്തികളുടെ വടക്കിന്റെ സംസ്ഥാനങ്ങൾക്കകത്ത് ദേശരാജ്യം, അന്യരും, കർത്താവ് രാജ്യത്തിലും സ്ത്രീയിലും ഒക്കെ അനവധി രാജ്യം ക്രൈസ്തവ വീണം വർദ്ധിക്കുമ്പോൾ, അനവധി ക്രൈസ്തവരെ കൊന്നൊടുക്കുമ്പോൾ, ജയിലടയ്ക്കുമ്പോൾ, മൃഗമായി അവരുടെ രക്തം ചൊരിയിക്കുമ്പോൾ കർത്താവിന്റെ കേരളത്തിൽ, ഭാരതത്തിൽ രാജ്യ സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. അധികാര വർഗങ്ങൾക്ക് മാനസാന്തരം കൊടുക്കണമേ. അധികാരത്തിന്റെ പ്രാന്തമൂത്ത അധികാരത്തിന്റെ കർത്താവ് ഭ്രമം കയറി സകല ജനത്തെ നശിപ്പിച്ചുകൊണ്ട് ചോര ചുരിയിച്ച കരങ്ങൾ കൊണ്ട് ലോക രാജ്യങ്ങളെ ഭരിക്കുന്ന സകല നേതാക്കന്മാരെയും ആത്മീയ മത നേതാക്കന്മാരെയൊക്കെ ദൈവം സന്ദർശിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം കൊടുക്കണമേ. പാപത്തിന്റെ വഴികളോട്ട് മടങ്ങി വന്ന് ജനം ദൈവത്തിന് വിധേയപ്പെടും. കർത്താവിന് പോരടിപ്പാൻ ഇടയാകണം. മദ്യത്തിന്, മയക്കും, ലഹരിക്കും അടിപ്പെട്ട് ലോകത്തിന് ജനികമായി അശ്ലീലമായി ബന്ധനങ്ങൾ കടന്നുപോകുന്ന അനവധി ആളുകളുടെ കർത്താവ് മഹാവ്യാധിയാൽ രോഗത്തിന് അടിപ്പെട്ട് കുടുംബം തകർന്ന്, കുടുംബജീവിതം തകർന്ന ചിഹ്ന ഭിന്നമായി അനവധി കുടുംബങ്ങൾ മടങ്ങിയുടെ കരത്തിലെ മലിനത നീക്കി വിശുദ്ധി തികച്ചുകൊണ്ട് കർത്താവിന്റെ നിൽപ്പാൻ ജനത്തെ ഒരുക്കണമേ. ഇതുപോലെ കർഷകർ കടന്നു പോകുന്ന തകർന്ന കുടുംബങ്ങളുണ്ട്, നിരാശപ്പെട്ടവരുണ്ട്, ശാപത്തിങ്കിലുണ്ട്, ഇത് ബന്ധനങ്ങൾ മഹാവ്യാധികളായി കിടക്കുന്ന മരണാസനിലായിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവം കരുണ കാണിക്കണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ലോകത്തിന്റെ വശീകരണത്തിനകത്ത് പോകാതെ മടങ്ങി വന്ന് വിശുദ്ധ നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. അവിടുത്തെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.